നീ രാവിലെ എണീക്കുമ്പോൾ എന്നെ നോക്കിക്കോ, നീ ഫുഡ് കഴിക്കുമ്പോൾ എന്നെ നോക്കിക്കോ, നീ ഉറങ്ങുമ്പോഴും എന്നെ നോക്കിക്കോ. എന്തിനാടാ നീ കക്കൂസയ്ക്കും എന്നെ കൊണ്ടുപോകണത്? കഷ്ടണ്ടാ കഷ്ടം. നീ അതിൻ്റെ ഉള്ളിൽ 24 മണിക്കൂറും കുത്തിരിക്കണേന്ന് പറഞ്ഞിട്ട് ഈ നിന്റെ കെട്ടിയോളെ എന്നെയാടാ ചീത്ത പറയണത്? എന്തൊരു കഷ്ടം. ഒന്നില്ലെങ്കിലും ഞാനൊരു മൊബൈൽ ഫോണല്ലടാ, അതിൻ്റെ ഒരു വിലയെങ്കിലും നീ എനിക്ക് തരാം. അതിന് നിന്നെ കൊണ്ടുപോയാലേ എനിക്കൊരു മനസ്സുഖം കിട്ടുള്ളൂ. നിനക്ക് മനസ്സുഖം കിട്ടണമെങ്കിൽ എന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? നീ തന്നെ പൊക്കോടറാ. എന്തിനാ എന്നെ ഏറ്റി പിടിച്ചുകൊണ്ട് പോണത്? നീ എത്ര പേരുടെ വഴക്കം ഞാൻ കേൾക്കണമെന്നറിയോ? നിന്റെ ഭാര്യയുടെ കേൾക്കണം, നിന്റെ അമ്മയുടെ കേൾക്കണം, നിന്റെ അച്ഛൻ്റെ കേൾക്കണം, നിന്റെ പിള്ളേരുടെ വരെ കേൾക്കണം. നീ കയറി അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല എന്നാണ് പറയണത്. എന്തുവാടാ ഞാൻ ചെയ്തത് ഇതിനൊക്കെ? അവരൊക്കെ പലതും പറയും. അവർ ഫോൺ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ അവരോട് ഫോൺ കൊണ്ടുപോകണ്ടെന്ന് പറയണില്ലല്ലോ. എടാ നീ എല്ലാത്തിനും എന്നെ കൊണ്ടുപോകണില്ലടാ. ഇതിനെങ്കിലല്ലേ ഒഴിവാക്കാൻ പറയണുള്ളൂ. നിനക്ക് അതുവരെ ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇത്ര ഭംഗിയുള്ള മേക്കവറൊക്കെ ഇട്ടിട്ട് ഇത്ര സുന്ദരിയായി എന്നെ പിന്നെ കക്കൂസൊക്കെയാണല്ലോ കൊണ്ടുപോകുന്നത്. അവിടെയെങ്കിലും നിനക്ക് എന്നെ ഒന്ന് വെറുതെ വിടായിരുന്നു. ആരുടെ ശല്യമില്ലാതെ നിന്നെ മനസ്സമ്മതമായിട്ട് നോക്കാൻ അതിൻ്റെ ഉള്ള പറ്റുള്ളൂ. എടാ ആരുടെ ശല്യമില്ലാണ്ട് നീ വീട്ടിലും കിടന്നെ തോണ്ടണില്ലേ? 24 മണിക്കൂറും തോണ്ടിക്കൊണ്ടിരിക്കണില്ലേ? ആകെ കൂടി എനിക്ക് റെസ്റ്റ് എടുക്കാൻ കിട്ടണ നേരമല്ലടാ നീ കക്കൂസേ പോണ നേരം. അവിടേക്കും കൂടി എന്നെ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ എങ്ങനെയാടാ? വല്ല ടച്ച് ഫോണിന് പകരം വല്ല സാധാ ഫോണായാൽ മതിയായിരുന്നു. നീയൊക്കെ അപ്പം എന്നാ ചെയ്യോടാ? സാധാ ഫോണായാലും കൊണ്ടുപോകും, അതിൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് കേൾക്കെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ വിട്ട് കളിക്കരുത് നീയൊന്നും. മര്യാദയ്ക്ക് മൊബൈൽ ഷോറൂമിൽ അവിടുത്തെ പെണ്ണുങ്ങളെയും വായം നോക്കി വെറുതെ തങ്ങണിങ്ങണും പോണ കാറ്റും കടലും കണ്ടിരുന്ന ഞാൻ ഇവൻ കയറി വന്നങ്ങ് വാങ്ങിച്ചപ്പം ഞാൻ വിചാരിച്ചു ഞാനങ്ങ് സുഖമായി ഇനി ജീവിക്കാൻ പോവാ. അറിഞ്ഞില്ലല്ലോ ഇവൻ എന്നെ കക്കൂസയിൽ കൊണ്ടിരുത്താൻ കൊണ്ടുപോകാത്. അവനെല്ലാത്തിനും എടുക്കും. നിനക്ക് എന്താ ഇവിടെ കുറവ്? നിന്നെ ഞാൻ പൊന്നു പോന്നിയല്ലേ നോക്കണം. നിനക്ക് പുതിയ ഭംഗിയുള്ള ബാക്ക് കവർ ഇതൊക്കെ ഇട്ട് തന്നിട്ട് സുന്ദരിയായിട്ട് ഞാൻ കൊണ്ടു നടക്കണില്ല ഇപ്പോഴും. നീ ഫോൺ കവർ ബാക്ക് കവർ വാങ്ങിച്ച കാര്യം നീ പറയണ്ട. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കക്കൂസ കൊണ്ടിട്ട് ഉള്ളിലേക്ക് പോയിട്ട് നീ തോണ്ടി എടുത്തിട്ട് നാറാതിരിക്കാൻ വേണ്ടിയിട്ടല്ലടാ നീ പുതിയ കവർ വെച്ചാൽ പൊതിച്ചത്. അയ്യേ എത്ര വില വരണ ഫോണാ ഞാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നാറിയിട്ട് കണ്ടാ ഇപ്പോഴും അതിന് നാറ്റം പോയിട്ടില്ല. എന്നിട്ട് അവനത് വെള്ളം കയറി എൻ്റെ അവൻ തൊടി 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 വീട് നാശാക്കി. ഏതായാലും എൻ്റെ ഗതിയുടെ വന്നില്ല. കിടന്ന് കയറാൻ നിൽക്കണ്ട, ഞാനിനി നിന്നെ കൊണ്ടുപോകണില്ല, പോരെ? ആ അതിന് വേണ്ടത്. ഇത്രയും ഭംഗിയുള്ള എന്നെ നീ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ആ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി കരയണ്ട. അങ്ങനെ നല്ല കുട്ടിയായി നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക. എന്നെ എൻ്റെ സൗന്ദര്യത്തിനനുസരിച്ചുള്ള സ്ഥലത്തേക്ക് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ആ നിന്റെ ഇഷ്ടം നടക്കട്ടെ. നിന്റെ മുതലാളിയുടെ ഇഷ്ടമൊന്നും എനിക്ക് വലിയ കാര്യമില്ല. മുതലാളിയുടെ ആരോഗ്യമൊക്കെ നിനക്കെന്താ? എന്നും കക്കൂസിയോ നിന്നെ കൊണ്ടുപോയി എനിക്ക് അങ്ങനെ കക്കൂസിൽ പോകുമ്പോൾ എനിക്ക് എന്നിട്ട് അസുഖം പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലാവില്ല. നിനക്ക് എന്നോട് ഒരു സ്നേഹവും